ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയുടെ വീട്ടിലേക്ക് എത്തിയ തമ്പാനും കൂട്ടുകാരനും മധുവിനെ ഫോണിൽ വിളിച്ചതിന് ശേഷം ഉടനെ സച്ചിക്ക് ഫോൺ കൈമാറുന്നു. ദാ അണ്ണൻ ലൈനിലുണ്ട്, നിങ്ങളോട് സംസാരിക്കണം, സച്ചി സാർ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞ് ഫോൺ സച്ചിക്ക് കൈമാറി. ഫോൺ എടുത്ത സച്ചിയോട് മധു പറഞ്ഞു, അതെ, എന്റെ ആളുകൾ ഇപ്പോൾ നിന്നെ പിന്തുടർന്ന് അവിടേക്ക് എത്തിയത് ഒരു കാര്യം പറയാനാണ്. അത്യാവശ്യമായി എനിക്ക് നിന്നെ ഒന്ന് കാണണം. അതുകൊണ്ട് നീ ഇപ്പോ അവരോടൊപ്പം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് എത്തണം. അവർ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന അതുപോലെ തന്നെ അവർ അവിടെ നിന്നെ കൊണ്ട് തിരിച്ചെത്തിക്കുകയും ചെയ്യും. അത് കേട്ടതും ശശി പറഞ്ഞു, ഇല്ല, എനിക്കിപ്പോ വരാൻ പറ്റില്ല എന്ന് പറയുമ്പോ അത് കേട്ടതും മധു പറഞ്ഞു, അതെ, നിന്റെ ഗർഭിണിയായ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കണോ? നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരണോ, അതോ ഞാൻ എന്റെ ആളുകളെയും കൂട്ടി നിന്റെ വീട്ടിലേക്ക് വന്ന് കയറണോ? എന്താ, അങ്ങനെ ചെയ്യുന്നതാണോ നിനക്ക് താല്പര്യം എന്ന് ചോദിച്ചപ്പോ ഉടനെ മധുവിനോട് ശശി പറഞ്ഞു, അങ്ങനെ ചോദിച്ച് കേട്ടതും ശശി ചോദിച്ചു, അത് നിങ്ങൾ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ കേട്ടതുമാണല്ലോ. തൽക്കാലം ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറയുമ്പോൾ ശശിയോട് മധു പറഞ്ഞു, നിന്റെ ഭാര്യയുടെ മുന്നിലേക്ക് വന്ന് അവളെ എല്ലാവർക്കും മുന്നിൽ, അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ, നിന്റെ കുടുംബത്തെയും ഒക്കെ നാട്ടുകാരെല്ലാം കാണുക ആക്ഷേപിക്കുന്നതാണോ, അതോ മര്യാദയ്ക്ക് നീ വരുന്നതാണോ വേണ്ടത്? നിന്റേത് ഒരു നല്ല കുടുംബമാണല്ലോ, അതുകൊണ്ട് ഞാനായിട്ട് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്നാണോ നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ സച്ചി ഒന്നും മിണ്ടാതെ ശരി, ഞാൻ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ സച്ചി ചെല്ലാനായി തയ്യാറാകുന്നു. സച്ചി കൂടെ ചെല്ലാമെന്ന് പറഞ്ഞത് കൊണ്ട് സച്ചി കൂടെ പോകാനായിട്ട് തയ്യാറെടുത്തതും അവിടേക്ക് ചെല്ലാമെന്ന് സച്ചി പറഞ്ഞിട്ട് വേഗം ഫോൺ വയ്ക്കുന്നു. സച്ചി ഫോൺ വെച്ചതും ഉടൻ തന്നെ സച്ചിയുടെ കൂടെ അവിടെ എത്തിയവരുടെ ഒപ്പം സച്ചി ചെല്ലാമെന്ന് മറുപടി നൽകിയതിനു ശേഷം സച്ചി ഫോൺ വെച്ചിട്ട് വേഗം അർച്ചനയോട് പറഞ്ഞു, അർച്ചന, ഞാൻ ഇവരോടൊപ്പം മധുവിനെ കാണാനായിട്ട് അവിടെ വരെ പോവുകയാണ്, വേഗം തന്നെ ഞാൻ മടങ്ങിയെത്തും എന്ന് പറഞ്ഞ് അർച്ചനയുടെ ഫോൺ വെച്ച സച്ചി ആ ഫോൺ വെച്ചിട്ട് വേഗം തന്നെ താൻ എത്തുമെന്ന് പറഞ്ഞ് അർച്ചനയോട് യാത്ര പറഞ്ഞ് സച്ചി അവർക്കൊപ്പം പോകാൻ തയ്യാറായി. അങ്ങനെ അവരോടൊപ്പം സച്ചി വേഗം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അർച്ചന ആകെ ടെൻഷനിലായി. സച്ചിയുടെ നനച്ചു പോണ്ട, ഞാനും വരാം എന്ന് പറഞ്ഞ് അർച്ചന കൂടെ ചെല്ലാമെന്ന് സമ്മതിച്ചു. പക്ഷേ അർച്ചനയെ കൊണ്ടുപോകാൻ സച്ചിക്ക് താല്പര്യം, സച്ചിയുടെ മനസ്സ് അനുവദിക്കാതിരുന്നത് കൊണ്ട് സച്ചി പറഞ്ഞു, വേണ്ട, ഞാൻ പോയിട്ട് വരാം, ഞാൻ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അർച്ചന അവരോടൊപ്പം തൻ്റെ കൂടെ അർച്ചനയും വരണ്ട എന്ന് സച്ചി പറയുന്നു. അങ്ങനെ അർച്ചനയെ അവിടെ നിർത്തി സച്ചി തനിച്ച് പോകാനായിട്ട് ഇറങ്ങണം. ഈ സമയത്ത് അവിടെ ധനുഷ് അർച്ചനയോടൊപ്പം നിൽക്കുന്നത് കണ്ട് സച്ചി താൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വേഗം തമ്പാന്റെയും കൂട്ടുകാരനെയും കൂടെ പോകാൻ തുടങ്ങുമ്പോൾ എന്തായാലും അയാൾ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്ന് അർച്ചനയോട് സച്ചി അറിയിക്കുമ്പോൾ അത് കേട്ട് തമ്പാൻ പറഞ്ഞു, ഓ, ചാൾസ് രാജിന് പോലും ഉണ്ടായിരുന്നില്ല ഇത്രയും ധൈര്യം, എന്തായാലും നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു, സച്ചി എന്നെ തനിച്ച് എങ്ങോട്ടും വിടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തമ്പാൻ പറഞ്ഞു, അയ്യോ പെങ്ങളെ കൂടി കൊണ്ടുപോകാനായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, സച്ചി സാറിനെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഇതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ എത്തിച്ചോളാം. തൽക്കാലം എന്താ സച്ചി സാറേ, അതല്ലേ ഇപ്പോ അണ്ണൻ വിളിച്ചിട്ട് പറഞ്ഞതും എന്ന് ചോദിച്ചപ്പോ സച്ചി അർച്ചനോട് പറഞ്ഞു, അർച്ചന, ഞാൻ എന്തായാലും പോയിട്ട് വേഗം വരാം, താൻ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് ആകെ വിഷമം വന്നു. എന്തായാലും വാ സച്ചി സാറേ, നമുക്ക് പോയിട്ട് വരാന്നേ എന്ന് പറഞ്ഞ് തമ്പാനും കൂട്ടുകാരനും കൂടി സച്ചിയും വിളിച്ചുകൊണ്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി. ആകെ ടെൻഷനോടെ എല്ലാവരും ആകെ വിഷമത്തോടെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സച്ചിയുമായി നേരെ മധു പറഞ്ഞ താവളത്തിലേക്ക് തമ്പാനും കൂട്ടുകാരനും കൂടി എത്തിച്ചു. അവിടെ ബാക്കിയുള്ളവരെല്ലാവരും സച്ചിയുടെ ചുറ്റും കൂടി നിന്ന് മധുവിന്റെ വരവും പ്രതീക്ഷിച്ച് ആ 3 ഗുണ്ടകളും അങ്ങനെ നിന്നു. അപ്പോഴേക്കും അവിടേക്ക് മധു ഉടനെ എത്തുമെന്ന് പറഞ്ഞ് സച്ചിയോട് അവിടെ ഇരിക്കാനായി അവർ അറിയിക്കുമ്പോൾ സച്ചി ചോദിച്ചു, അല്ല, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്, ഞാനെന്ത് ചെയ്തിട്ടാ എന്നിങ്ങനെ ചോദിച്ചതും മധു അവിടേക്ക് എത്തി. മധുവിന് വേണ്ടി ഇരിക്കാനുള്ള ചെയറൊക്കെ റെഡിയാക്കി അവർ മധു വരുന്ന പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മധു അവർക്ക് മുന്നിലേക്ക് എത്തി. ദാ അണ്ണൻ എത്തിയല്ലോ എന്ന് പറഞ്ഞതും സച്ചിയുടെ അരികിലേക്ക് വന്ന മധു പറഞ്ഞു, അതെ, നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നല്ലോ സച്ചി, നിന്റെ ഭാര്യയെ അന്ന് ഞാൻ വെറുതെ വിട്ടപ്പോ നീ പറഞ്ഞത് അനൂപിനെ എന്റെ മുന്നിൽ കൊണ്ടുവരാമെന്നാണ്, അനൂപിനെ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അവനെ എന്റെ മുന്നിൽ എത്തിക്കാമെന്ന്, എന്നിട്ട് നീ ആ വാക്ക് പാലിക്കാൻ തയ്യാറാകാത്തത് എന്താ എന്ന് ചോദിച്ചതും അത് കേട്ട ഉടനെ സച്ചി പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് അനൂപേട്ടനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തരാനാവില്ല. കാരണം അനുപേട്ടനെ എനിക്ക് അങ്ങനെ നിങ്ങൾക്കായി വിട്ടുതരാൻ പറ്റില്ല. ഞാൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു എന്നത് സത്യം തന്നെയാണ്.
കാരണം എൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ രക്ഷിക്കാനായിട്ട് എനിക്കത് മാത്രമേ രക്ഷയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്ന് വെച്ച് നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് അതനുസരിച്ച് അതുപോലെ പെരുമാറാൻ എന്നെക്കൊണ്ടാവില്ല. ശശിയേട്ടനെ ഒരു കാരണവശാലും നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരില്ല. അതിനെനിക്ക് കഴിയില്ല എന്ന് ശശി അറിയിച്ചു. അത് കേട്ടതും മധു ആകെ കലിയോടെ ശശിയെ നോക്കി. നീ എന്താ പറയുന്നത് എന്ന് ചോദിച്ചതും ശശി പറഞ്ഞു, അതെ, എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അനൂപേട്ടനെ കൊണ്ടുവരാൻ കഴിയില്ല. അനൂപേട്ടൻ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയമാണ്. അല്ല, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിച്ചപ്പോൾ അനൂപിന് ഉടനെ കലിയോടെ മധു ശശിയെ തല്ലാനൊരുങ്ങി. എന്നിട്ട് പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം. നീ ഇപ്പോ പറഞ്ഞത് എനിക്ക് തന്ന വാക്ക് അത് നീ പാലിച്ചില്ലെങ്കിൽ ഈ മധുവിന് ഒറ്റ വാക്കേ ഉള്ളൂ. വാക്ക് പാലിക്കുന്നവരോട് മധുവിന്റെ പെരുമാറ്റവും അതിനനുസരിച്ചുള്ളതാവും എന്ന് പറയുമ്പോൾ ശശി പറഞ്ഞു, നിങ്ങൾ ഇനി എന്നെ എന്ത് ചെയ്താലും ശരി, ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അനൂപേട്ടനെ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞതും മധു ശശിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ശശിയുടെ കർണത്തടിക്കുന്നു. ശശിയെ ഇടിക്കുകയും അവരെല്ലാവരും ചേർന്ന് ശശിയെ മർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ ശശിക്കിട്ട് തല്ലും ഇടിയും ഒക്കെ കൊടുക്കുന്നത് കണ്ട് മധു അങ്ങനെ സന്തോഷങ്ങൾ നിൽക്കുമ്പോൾ മതി എന്ന് പറഞ്ഞ് ശശിയെ ഉപദ്രവിച്ച മതിയെന്ന് മധു പറയുമ്പോൾ ശശിയെ അന്വേഷിച്ച് ആ മധുവിന്റെ താവളത്തിലേക്ക് ധനുഷ് എത്തുന്നു. അവരുടെ കണ്ണിൽ പെടാതെ ധനുഷ് അവിടുന്ന് മാറി നിന്നു. അപ്പോഴേക്കും മധു പറഞ്ഞു, ശശി, ഞാൻ നിന്നോട് പറഞ്ഞു, നീ പറഞ്ഞ വാക്ക് മര്യാദയ്ക്ക് നീ പാലിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ശശി പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നോ, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഞാൻ നൽകിയ വാക്ക് പാലിക്കില്ല, എനിക്കത് ചെയ്യാനാവില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര പക എന്ന് ചോദിച്ചു. ഞാനൊന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ അനൂപേട്ടനും നിങ്ങളുടെ അനുജത്തിയും തമ്മിൽ, സഹോദരിയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? ഒരു മുഖപരിചയം പോലും അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ശശി മധുവിനോട് ചോദിച്ചു. നിങ്ങൾ ഈ ഗുണ്ടായുസം കാണിച്ച് എന്തിനാ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മധു പറഞ്ഞു, അതെ, നിന്റെ ഭാര്യയും കുഞ്ഞും ഉണ്ടല്ലോ, അവളുടെ ജീവൻ ഞാനിങ്ങ് എടുക്കും, നീ പറഞ്ഞതനുസരിച്ചില്ല എങ്കിൽ എന്ന് ചോദിച്ചതും ശശി പറഞ്ഞു, അതെ, നിങ്ങൾക്ക് എന്താ, നിങ്ങൾ നിങ്ങളുടെ സഹോദരിയോടുള്ള സ്നേഹമാണോ കാണിക്കുന്നത്, അതോ നിങ്ങളുടെ ചോരക്കൊതിയോ? ഇത് സ്നേഹം നല്ല പറയുന്നത്, ഇത് സഹോദര സ്നേഹമല്ല, മറിച്ച് ചോരക്കൊതിയാണ് തനിക്ക്. അതാണ് താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങളുടെ അനുജത്തി മരിക്കുമ്പോൾ അവളും ഒരു ഗർഭിണിയായിരുന്നില്ലേ? അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ. അതേ അവസ്ഥയിൽ തന്നെയല്ലേ എൻ്റെ ഭാര്യയും. അവളെ ഇല്ലാതാക്കുമെന്ന് പറയാൻ തനിക്ക് എങ്ങനെയാണോ കഴിയുന്നത്? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, തൻ്റെ അനുജത്തിയും അനൂപേട്ടനും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ചോദ്യത്തിന് തനിക്ക് മറുപടിയില്ലല്ലോ. അന്ന് ഉണ്ടായത് വെറും ഒരു അപകടം മാത്രമായിരുന്നു. അതൊരു അപകട മരണം മാത്രമാണ്. അല്ലാതെ യാതൊരു ബന്ധവും അനൂപേട്ടന് ആ ഒരു അപകടവുമായിട്ടില്ല. എന്തായാലും തൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. പാവം അനൂപേട്ടനെ എന്തിനാ താൻ വെറുതെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്നത്? ഇനി നിങ്ങൾ എൻ്റെ ജീവൻ വേണമെങ്കിൽ എടുത്തു, പകരം അനൂപേട്ടൻ്റെ ജീവൻ വെറുതെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ഉടനെ വീണ്ടും ശശിയുടെ കർണ തടിച്ചുകൊണ്ട് മധു പറഞ്ഞു, ഇല്ല, നീ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. അനൂപ് അവൻ മറപ്പോളം തന്നെയാ എൻ്റെ അനുജത്തിയെ കൊന്നത്. അതിന് ഞാൻ അവനോട് തന്നെ അതിനുള്ള മറുപടി പറയിപ്പിക്കും. അവനെ കൊണ്ട് തന്നെ അവനെ ഞാൻ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അതിനുള്ള ഉത്തരം ഞാൻ അവനെ കൊണ്ട് പറയിച്ചിരിക്കും എന്ന് പറഞ്ഞ്, അതുവരെ നീ ഇവിടെ കിടക്ക്. നീ അനൂപിനെ എൻ്റെ മുന്നിൽ എത്തിക്കുമെന്ന് ഉറപ്പ് പറയാതെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല എന്ന് പറഞ്ഞ് പിന്നെ കെട്ടിയിട്ടേക്കാൻ അവിടെയുള്ള ഗുണ്ടകളോട് അറിയിച്ചിട്ട് വേഗം തന്നെ ശശിയെ ആ ചെയറിൽ കെട്ടിയിട്ടിട്ട് അവിടെ നിന്ന് മധുവും സംഘവും പോകുന്നു. അവർ അപ്പുറത്തേക്ക് മാറി എന്ന് കണ്ടതോടെ ആ നിമിഷം ധനുഷ് ശശിക്കരികിലേക്ക് ഓടിയെത്തി. ശശിയേട്ടാ എന്ന് വിളിച്ച്, ഞാൻ ശശിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വേഗം ശശിയുടെ ആ ബന്ധനത്തിൽ നിന്ന് ശശിയെ രക്ഷപ്പെടുത്തി ശശിയും ധനുഷും ഉടൻ തന്നെ ആ താവളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും മധുവിന്റെ കൂട്ടാളികൾ വേഗം ശശിയെ കെട്ടിയിട്ട് ആ സ്ഥലത്തേക്ക് എത്തിയതും അവിടെ ശശിയെ കാണാതായതോടെ അവർക്കാകെ സംശയമേ, അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ശശിയെ അവിടെ എല്ലായിടത്തും അന്വേഷിക്കുന്നു. അപ്പോഴാണ് അർച്ചന റൂമിലിരുന്നിട്ട് യാതൊരു സമാധാനവുമില്ലാതെ ഇത്രയും നേരമായിട്ടും ശശിനെ കുറിച്ച് ഒരു വിവരവുമില്ലല്ലോ എന്ന ആശങ്കയോടെ ശശിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കാനായി അർച്ചന ശ്രമിക്കുന്നു. എന്നിട്ടും യാതൊരു റിപ്ലൈയും കിട്ടാത്തതുകൊണ്ട് അർച്ചന ആകെ ടെൻഷനിലായി. പെട്ടെന്ന് അർച്ചന കുറച്ച് വെള്ളം കുടിക്കാനായി ആ ജഗ്ഗിൽ നിന്ന് വെള്ളം എടുത്തു കുടിച്ചതും അർച്ചനയ്ക്ക് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. വയറിനകത്ത് വല്ലാതെ വേദനിക്കുകയും വേദന കാരണം അത് സഹിക്കാനാകാത്ത വേദനയായി മാറുന്നു. അർച്ചന അവിടെ ബെഡിലിരുന്ന് മോളെ ആതിരെ എന്ന് ഉറക്കെ നിലവിളിച്ചു. പക്ഷെ ആതിരയും ആരും അത് കേൾക്കുന്നില്ല. ഉടനെ അർച്ചന അവിടെ നിന്ന് സ്നേഹയും അനഘയെ എന്നെല്ലാം മാറി മാറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് സ്നേഹയും അനഘയും മുറ്റത്ത്
ഗാർഡനിലുള്ള ചെടികളൊക്കെ നനച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ സ്നേഹ അർച്ചനയുടെ കുഞ്ഞിന്റെ ദോഷത്തെക്കുറിച്ച് പറയുന്നത് കേട്ട് അനഘ പറഞ്ഞു, ജനിക്കാത്ത കുഞ്ഞിന്റെ ദോഷത്തെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയും അന്ധവിശ്വാസവുമാണ്. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോ അനഘയോട് സ്നേഹ പറഞ്ഞു, അനഘ, ഇതുപോലൊരു അവസ്ഥ നിനക്കുണ്ടാകുമ്പോഴേ നിനക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടാവൂ എന്ന് പറഞ്ഞ് അനഘയോട് സ്നേഹ ദേഷ്യപ്പെടുന്നു. അതിനുശേഷം സ്നേഹയെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പെട്ടെന്നാണ് അർച്ചന താഴെ നിന്ന് മുകളിൽ നിന്ന് അനഘ എന്ന് വിളിക്കുന്നത് കേട്ടത്. ഉടനെ അനഘ പറഞ്ഞു, ദേ അർച്ചന എടുത്തിട്ട് നിലവിളിയാണല്ലോ കേട്ടത് എന്ന് പറഞ്ഞതും സ്നേഹ അത് കേട്ടിട്ടും കേൾക്കാത്ത ഭാവം നടിച്ചു. അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോൾ വീണ്ടും അർച്ചന അവിടെ നിന്ന് നിലവിളിച്ചു. പുറത്തേക്ക് ഇറങ്ങി ആ ഭിത്തിയിൽ ചാരി വേദന കാരണം അർച്ചന നിലത്തേക്ക് വീഴുമ്പോൾ ആതിര ആ ശബ്ദം കേട്ട് റൂമിൽ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. ആതിര വേഗം അർച്ചനയ്ക്കരികിലേക്ക് ഓടിയെത്തി. ചേച്ചി, അച്ചു ചേച്ചി എന്ന് പറഞ്ഞ് ആതിര ഓടി വന്ന് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അർച്ചന അപ്പോഴേക്കും വയറിന് വല്ലാതെ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞതും ആതിര വേഗം അർച്ചനയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഈ സമയം സ്നേഹയുടെ അരികിൽ നിന്ന് അനഘ അർച്ചന കരയുന്നത് കേട്ട് എടുത്തേക്ക് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞ് അവനമ്മ പോകാൻ തുടങ്ങുമ്പോൾ സ്നേഹ പറഞ്ഞു, അതെ, ചെറിയ വേദന വല്ലതായിരിക്കും, സാരമില്ല. ഇനി അഥവാ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ, ആർക്കും ഒരു ദോഷമില്ലാതെ അതങ്ങ് തീരുവാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അനഘ പറഞ്ഞു, ഇത്രയ്ക്കും ദുഷ്ടിയാകാൻ പാടില്ല. നിനക്ക് നിന്റെ കുഞ്ഞുണ്ടായ നഷ്ടമായപ്പോ നിനക്ക് തോന്നിയതും ഇതൊക്കെ തന്നെയാണോ സ്നേഹേ? ഒരു കുഞ്ഞിന്റെ പേരിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതും അതിനെ ചൊല്ലി ഇങ്ങനെ സംസാരിക്കുന്നതും നിന്റെ മനസ്സ് ഇത്രയ്ക്ക് ദുഷ്ടത നിറഞ്ഞതാണോ, ഇത്രയ്ക്കും ക്രൂരതയാണോ എന്ന് ചോദിച്ച് അനഘ ദേഷ്യത്തോടെ വേഗം അർച്ചനയ്ക്കരികിലേക്ക് ഓടിയെത്തുന്നു. ആതിര അനഘ വരുന്നത് കണ്ടിട്ട് പറഞ്ഞു, അനഘയെ വേഗം വാ, നമുക്ക് അച്ചുചേച്ചിനെ അകത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു വേഗം അവർ രണ്ടുപേരും ചേർന്ന് അനഘയെ ആതിരയും ചേർന്ന് അർച്ചനയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നേരെ ബെഡിലേക്ക് കൊണ്ടുചെന്നിരുത്തി. അവിടേക്ക് ഇരുത്തിയതും എന്തു പറ്റി അച്ചുചേച്ചി, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചോദിച്ചു. വയറിന് വല്ലാത്തൊരു വേദന, കുഴപ്പമില്ല, ആ ഡ്രോയറിനകത്ത് ഒരു പെയിൻ കില്ലർ കിടപ്പുണ്ട്, അതങ്ങ് എടുത്തതാ എന്ന് പറഞ്ഞു. പെയിൻ കില്ലർ എടുത്ത് ഉടനെ അനഘ കൊടുക്കുകയും വെള്ളം കുടിക്കാനായിട്ട് വെള്ളം എടുക്കാനായി വേഗം അനഘ താഴേക്ക് പോയി. ജഗിനകത്ത് വെള്ളമില്ലായിരുന്നത് കൊണ്ട് വെള്ളം എടുക്കാൻ താഴേക്ക് പോകുമ്പോൾ അനഘ വേഗം അവിടെ നിൽക്കുന്ന അകത്തേക്ക് കയറി വന്ന സ്നേഹയെ കണ്ടു. ഈ സമയത്ത് വെള്ളം എടുത്ത് അനഘ കൊടുത്തതിന് കഴിയുമ്പോൾ സ്നേഹ അവിടെ വന്ന് നിൽക്കുന്ന നേരത്ത് സ്നേഹ ചോദിച്ചു, എന്താ പറ്റിയത്, എന്താ എടുത്തേക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. വേദന ഉണ്ടായിട്ടാണെന്ന് പറയുമ്പോൾ അർച്ചന പെയിൻ കില്ലർ കഴിച്ചിട്ട് മാറാത്തത് കൊണ്ട് ആതിരയും അനഘയും പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ ഏട്ടത്തി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, വേണ്ട, ഒന്ന് ചൂട് പിടിച്ചാൽ മാറുമായിരിക്കും. അനഘ, നീ കുറച്ച് ചൂടുവെള്ളം കൊണ്ട് തരുമോ എന്ന് ചോദിച്ചിട്ടും അതിനെന്താ എടുത്തി, ഞാനിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അനഘ വേഗം ചൂടുവെള്ളം ഉണ്ടാക്കാനായി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് സ്നേഹ വാതിൽക്ക് നിൽക്കുന്നത് കണ്ടത്. സ്നേഹ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് അനഘ വേഗം താഴേക്ക് ഇറങ്ങി പോന്നു. അതിനുശേഷം അർച്ചനയും അവിടെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ മെഡിസിൻ കൊടുത്തിട്ട് വേഗം ആ ഹോട്ട് പോട്ട് റെഡിയാക്കി അത് അർച്ചനയുടെ വയറ്റിൽ വെച്ച് കൊടുക്കാനായി അനഘ അവിടേക്ക് എത്തി. അത് വെച്ചിട്ടും മാറ്റമില്ലെന്നുള്ള രീതിയിൽ വേദന കാരണം അർച്ചന അങ്ങനെ ഇരിക്കുമ്പോൾ ആതിരയും അനഘയും പറഞ്ഞു, ഏട്ടത്തി ഇനി വെച്ചുകൊണ്ടിരിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടൻ വരട്ടെ എന്നിട്ട് പോകാം എന്ന് പറഞ്ഞ് അർച്ചന അവിടെ ഇരുന്നു. ഇത് കേട്ടതും സ്നേഹ പറഞ്ഞു, സാരയില്ല, ചെറിയൊരു വേദനയല്ലേ, കുഴപ്പമില്ലെന്നേ, അത് മാറിക്കോളും, ചൂട് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആതിര ചോദിച്ചു, സ്നേഹേ, നിനക്ക് വേദന ഉണ്ടായപ്പോൾ നീ അതാണോ ചെയ്തത് എന്ന് ചോദിച്ച് സ്നേഹയോട് നേരെ തട്ടിക്കയറുകയാണ് ആതിര. ഇത് കേട്ടതും സ്നേഹ മറുപടി ഒന്നും പറയാതെ അങ്ങ് നിൽക്കുമ്പോൾ, എന്തായാലും ഹോസ്പിറ്റലിൽ പോകാം ചേച്ചി, ഈ വേദനയും സഹിച്ച് ഇങ്ങനെ ഇരിക്കണ്ട എന്ന് പറഞ്ഞ് ആതിരയും അനഘയും അർച്ചനയെ നിർബന്ധിക്കുന്നു.